നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ആദിവാസി വിദ്യാർത്ഥികളെ സുരക്ഷിതമായി സ്കൂളിലെത്തിക്കാൻ ലക്ഷ്യമിട്ട വിദ്യാവാഹിനി പദ്ധതി പ്രതിസന്ധിയിൽ. പണം കിട്ടിയിട്ട് 4 മാസമെന്ന് ഡ്രൈവർമാർ. സർവീസ് ഉടൻ നിർത്തുമെന്ന ഉടമകൾ. കൃഷിയും ഉത്സവവും വെടിക്കെട്ടും പശ്ചാത്തലമാക്കി നാടകം. വിത്തും കൈക്കോട്ടും കാണാൻ നിരവധി പേർ. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായ അടിമാലിയിലെ വിവിധ മേഖലകൾ. വനം വകുപ്പ് ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് ആക്ഷേപം. ചൂളമടി ജീവിത താളമാക്കി തൃശൂരിലെ കലാകാരൻ. സദസ്സിനെ കയ്യിലെടുത്ത് ശശിധരൻ. സകലമാന കേരളത്തിലേക്ക് വിശദമായി. തിരുവനന്തപുരം കോട്ടൂർ അഗസ്ത്യ വനത്തിനുള്ളിലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ സർവീസ് പ്രതിസന്ധിയിലാണ്. 4 മാസമായി വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പണം കിട്ടിയിട്ട്. വിദ്യാവാഹിനി പദ്ധതി പ്രകാരം ഓടുന്ന വാഹനങ്ങൾക്കാണ് സർക്കാർ പണം നൽകാത്തത്. ഇനിയും പണം ലഭിക്കാതിരുന്നാൽ വനത്തിലോടുന്ന 10 വാഹനങ്ങളും യാത്ര അവസാനിപ്പിക്കാനാണ് തീരുമാനം. ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പഠനം മുടങ്ങാതിരിക്കാനാണ് സർക്കാർ വിദ്യാവാഹിനി പദ്ധതി നടപ്പാക്കിയത്. എന്നാൽ സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെ ഈ കുട്ടികളുടെ പഠനം പ്രതിസന്ധിയിലാക്കുകയാണ്. വിദ്യാവാഹിനി പദ്ധതിക്കായി ITDP ആണ് പണം അനുവദിക്കേണ്ടത്. എന്നാൽ ഫണ്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് ഡ്രൈവർമാർ പറയുന്നു. ഡീസൽ അടിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ്. പരീക്ഷയോടെ നമ്മൾ വണ്ടി നിർത്താതല്ലാതെ വേറെ സാഹചര്യമില്ല. കാരണം ഒന്നാമത്തെ വനത്തിലേക്ക് പോകുന്ന വണ്ടികൾ മൊത്തവും ടാർട്ട റോഡല്ല, കുണ്ടും കുഴിയും കല്ലും ഒക്കെ ആണ്. അപ്പം വണ്ടിയുടെ മെയിൻ്റനൻസ് വളരെയധികം കൂടുതലാണ്. ആഴ്ചയിൽ വണ്ടി പ്ലേറ്റ് പൊട്ടുന്നുണ്ട്, ആക്സിൽ ഒടിയുന്നുണ്ട്, അങ്ങനെ പല പണികളും വരുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ കടം മാറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 4 മാസമായി, ഇപ്പോൾ 4 മാസത്തിലധികമായി ഇപ്പം വണ്ടി ഓടി തുടങ്ങിയിട്ട്. അപ്പം ഇത്രയും ദിവസം നമ്മളിങ്ങനെ കയ്യിൽ നിന്ന് പൈസ എടുത്തും പലരിൽ നിന്ന് മാച്ചും കടം മാച്ചും ഭാര്യയുടെ കെട്ടുതാരിയുടെ പണയം വെച്ചാണ് നമ്മളിങ്ങനെ ഡീസൽ നടക്കുന്നത്. ഇനി ഇത് തുറന്ന് പോയാൽ നമുക്ക് ഇനി അങ്ങോട്ട് ഡീസൽ അടിക്കാൻ തന്നെ വണ്ടി പലയിടത്തും വഴി കിടക്കേണ്ട അവസ്ഥ, പലയിടത്തും വഴി കിടന്നിട്ടുമുണ്ട്. ഇതോടെ ഉപജീവനത്തിനായി വാഹനം വിട്ടു നൽകിയവർ പട്ടിണിയിലായി. 150ഓളം കുട്ടികളാണ് വനത്തിൽ നിന്ന് വാഹനത്തിൽ കുറ്റിച്ചലിലെ സ്കൂളിലേക്ക് വരുന്നത്. മറ്റ് വനമേഖലകളിലും സമാനമായ സ്ഥിതിയാണെന്ന് ഇവർ പറയുന്നു. അടിയന്തരമായി പണം നൽകിയില്ലെങ്കിൽ വാഹനങ്ങൾ സർവീസ് നിർത്താനാണ് തീരുമാനം. ഇതോടെ വിദ്യാർത്ഥികളുടെ പഠനവും പ്രതിസന്ധിയിലാകും. ന്യൂസ് 18 കോട്ടൂർ. ഇടുക്കിയിലെ പല മേഖലകളും വന്യമൃഗാക്രമണ ഭീതിയിലാണ്. അടിമാലി പഞ്ചായത്തിലെ പടിക്കപ്പ്, പരിശക്കല്ല് ഭാഗങ്ങൾ ഇപ്പോൾ കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ്. കൃഷി ചെയ്യാൻ കർഷകരും വിളവെടുക്കാൻ വന്യജീവികളും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വേനൽ കടുത്തു. കാടുകളിൽ നിന്ന് വന്യജീവികൾ കൂട്ടമായി നാട്ടിലേക്ക് ഇറങ്ങുമെന്ന ആശങ്കയിലാണ് ഇടുക്കിയിലെ പല മേഖലകളും. മലയണ്ണാൻ മുതൽ പുലിയും ആനയുമെല്ലാം ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ കാർഷിക വിളകൾ നശിപ്പിക്കുന്നു. ഇതിനാകട്ടെ മതിയായ നഷ്ടപരിഹാരം പോലുമില്ല. അടിമാലി പഞ്ചായത്തിലെ പടിക്കപ്പ്, പരിശക്കല്ല് ഭാഗങ്ങളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലെന്ന ആക്ഷേപം ശക്തമാണ്. കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമാണ്. കർഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നട്ടുവെക്കുന്ന സാധനങ്ങളൊന്നും 1 വർഷം കഴിഞ്ഞിട്ട് അത് പറിക്കാൻ ചെല്ലുമ്പം അതിന്റെ വേര് മാത്രം കാണുന്ന അവസ്ഥയാണ്. കാരണം പന്നിശല്യം അതിനു മാത്രമുണ്ട്. അതുപോലെ ഈ പ്രദേശം മൊത്തം ഈ കർഷകർക്ക് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം, കുരങ്ങന്റെ ശല്യമാണെങ്കിൽ ഈ ഭാഗത്തേക്കുള്ള കുരങ്ങന്റെ ശല്യം ഭയങ്കരമാണ്. അവരുടെ മുള്ളൻ പന്നി, അവരുടെ കാട്ടുമൃഗങ്ങളുടെ എല്ലാം തന്നെ. കാട്ടുപന്നിയും മുള്ളൻ പന്നിയും സ്ഥിരമായി കാർഷിക വിളകൾ നശിപ്പിക്കുമ്പോൾ ഇടയ്ക്കിടെ എത്തുന്ന വാനരക്കൂട്ടങ്ങളും ചില്ലറ നാശമല്ല വരുത്തുന്നത്. ചക്കയുടെ കാലമെത്തിയാൽ കാട്ടാന ശല്യവും രൂക്ഷമാകും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള കർഷക ഗ്രൂപ്പുകൾ സ്ഥിരമായി ഇവിടെ കപ്പ കൃഷി ചെയ്തു വരുന്നുണ്ട്. മുള്ളൻ പന്നി ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കൃഷിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടിയാണ് കർഷകർ ഒരു വിധത്തിൽ കാർഷിക വിളകൾ സംരക്ഷിക്കുന്നത്. എന്നാൽ കാട്ടാനയുടെ ആക്രമണത്തിന് ഇതൊന്നും പരിഹാരമല്ല. ഫെൻസിംഗും ട്രഞ്ചും ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വനം വകുപ്പും സർക്കാരും തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി.
വയനാട് വടുവഞ്ചാലിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടുപോത്തിറങ്ങി. വടുവഞ്ചാൽ നീലിമലയിലാണ് ഇന്നലെ വൈകുന്നേരം 7 മണിയോടെ കാട്ടുപോത്തിറങ്ങിയത്. നിലമ്പൂർ മേഖലയിൽ കൃഷിക്ക് ഭീഷണിയായി കാട്ടാനകളും കാട്ടുപന്നികളും. നമ്പൂരിപ്പൊട്ടി മതിൽമൂല മേഖലയിലാണ് വന്യജീവികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. മികച്ച കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ നാലകത്ത് സിദ്ദിഖിന്റെ 100ഓളം വാഴകളും തെങ്ങ് കവുങ്ങ് കൃഷികളുമാണ് ആനയും പന്നികളും നശിപ്പിച്ചത്. കൃഷിയിടത്തിന്റെ 2 ഭാഗങ്ങളിലായി ഓരോ സമയവും കാട്ടാനകളും കാട്ടുപന്നികളും ചേർന്ന് വ്യാപകമായി കൃഷി നശിപ്പിച്ചതെന്ന് നാലകത്ത് സിദ്ദിഖ് പറഞ്ഞു. കൃഷിയിടത്തിൽ ജലസേചനത്തിനായി സ്ഥാപിച്ചിരുന്ന പൈപ്പുകളും കാട്ടാനകൾ ചവിട്ടി നശിപ്പിച്ചു. രാവിലെ വന്ന് വെള്ളമടിക്കാൻ തുടങ്ങി. കൃഷിയിടത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താണ്, ആന ഒരു ഭാഗം മൊത്തം നശിപ്പിച്ചു. പിന്നെ ഇതൊക്കെ ഞാൻ ലക്ഷങ്ങളും മുടക്കിൻ്റെ സ്വന്തം പൈസ കൊടുത്ത് മുടക്കിയെടുത്ത പൈപ്പുകളാണ്. അതായത് ഈ 6 ഏക്കറിലും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ ചെയ്യുക? ഇതിനൊക്കെ ഒരു പരിഹാരമില്ലാതെ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇല്ല. ഒരാഴ്ചയിലധികമായി ഇവിടെ ആന വിളയാടാൻ പലരുടെയും ഞങ്ങൾ തന്നെ നെല്ല് മയിലാടി നശിപ്പിച്ചു. അത് കുറേ പേരോട് പറഞ്ഞു. എന്തും നടക്കാത്തൊരു കാര്യം ഇത്. അല്ലെങ്കിൽ ഇവരെ ഒഴിവാട്ടെ, നമ്മൾ പറഞ്ഞു വെച്ചേരാണ്. കഴിഞ്ഞ 3 ദിവസമായി കാട്ടാനകൾ ഈ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. വനപാലകരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും കർഷകർക്ക് ആക്ഷേപമുണ്ട്. പുലർച്ചെ വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ തമ്പടിക്കുന്നത് ടാപ്പിംഗ് തൊഴിലാളികൾ, പ്രഭാത സവാരിക്കാർ എന്നിവർക്കും ഭീഷണിയാകുകയാണ്. 12000 വനമേഖലയിൽ നിന്നും കാഞ്ഞിരപ്പുഴ കടന്നാണ് രാത്രിയാകുന്നതോടെ കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. ജനവാസ കേന്ദ്രങ്ങളായ മൈലാടി, എരഞ്ഞിമങ്ങാട്, പൊയിളായി, പെരുമ്പത്തൂർ, മതിൽമൂല ഭാഗങ്ങളിലാണ് വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം. സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളുമുണ്ട്. കലാ സാംസ്കാരിക സിനിമാ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുന്നു. നടൻ വിനോദ് കോവൂരിന്റെ കോഴിക്കോട്ടെ തറവാട്ട് വീട്ടിൽ ഇക്കുറിയും പതിവ് തെറ്റാതെ മണിമുല്ല പൂത്തു. ടെറസിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് മണിമുല്ല എന്ന നാഗവല്ലി മുല്ല. വിവിധ വിസ്മയ കാഴ്ചയെക്കുറിച്ച് വിനോദ് കോവൂർ ന്യൂസ് 18 വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ദൂരെ ഇപ്പൊ കാണുന്നത് ഒരു കാടല്ല കേട്ടോ, അത് കാടല്ല, അതെന്റെ വീടാണ്. കോവൂരിലെ എൻ്റെ തറവാട്ട് വീട്ടിൽ വർഷം തോറും ഉണ്ടാവുന്ന മണിമുല്ലയാണ് ഇപ്പൊ നിങ്ങൾ കണ്ട കാഴ്ച. ഇനി അതിനെ നമുക്ക് സമീപത്ത് പെട്ടെന്ന് കാണാം. വരും. ഡിസംബർ ഒരു 15-16 പൂത്ത് ഡിസംബർ അവസാനത്തോടെ കഴിയുന്ന ഒരു പൂക്കാലം. ഈ മുല്ല ഇവിടെ കൊണ്ട് നട്ടത് എൻ്റെ ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ അഡ്വക്കേറ്റാണ്, അഡ്വക്കേറ്റ് മനോജ് കുമാർ. നമുക്ക് കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് മനോജ് കുമാരോടൊന്ന് ചോദിക്കാം. 2005 ഈ കാണുന്ന ആര്യവേപ്പിൻ്റെ ചോട്ടിൽ ഞാനൊരു ക്ലൈംബർ കൊണ്ട് നടുന്നത്. അതിങ്ങനെ വളരുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ നല്ലൊരു പോക്കങ്ങ് പോയി. പിന്നെ അന്നത്തെ കാലത്ത് നന്നായി നനച്ചു കൊടുത്ത് അതങ്ങ് പോയി. ആ മരത്തിൻ്റെ മുകളിൽ കൂടെ, അത് ടെറസിൻ്റെ മുകളിലേക്കാണ് പോയത്. പിന്നീട് ഞങ്ങൾക്ക് വർഷത്തിൽ 11 മാസം ഞങ്ങൾക്ക് തണലല്ല കുളിരും 1 മാസം പൂക്കാലവും തരുന്ന ഒരു ഗോഡിന്റെ ബ്ലെസ്സിംഗ് എന്ന രീതിയിലാണ് തരുന്നത്. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇത് പൂത്തത്? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2011 മുതൽ ഒരു 6-7 വർഷം ഞങ്ങൾ കാത്തിരുന്നു, എന്നിട്ടാണ് പൂക്കുന്നത്. ഞാനിപ്പോ ഈ നടന്നു വന്നിരിക്കുന്നത് ഒരു ഗുഹയിൽ നിന്നല്ല. ഇത് എൻ്റെ വീട്ടില്, എൻ്റെ ചേട്ടന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ മുല്ല പടർന്നിരിക്കുന്ന ഒരു കൂടാരമാണ്. ആ കൂടാരത്തിനുള്ളിൽ നിന്നാണ് ഞാൻ പുറത്തു വന്നിരിക്കുന്നത്. ഈ കൂടാരത്തിനുള്ളിൽ AC ആണ് കേട്ടോ. അവിടെ വരുന്നവരൊക്കെ ഒരുപാട് നേരം ഇതിനകത്ത് അവിടെ ഇരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചിട്ടാണ് പലരും പോകുക. അതിനുള്ളത് ഫോട്ടോ എടുക്കുക. ശരിക്കും ഒരു മുല്ലവള്ളി കൂട് പോലെ തോന്നിക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ് ഇതിന്റെ ഫോട്ടോ പോയിന്റ്. ഇവിടെ നിന്നാണ് എല്ലാവരും ഇപ്പം ഒരുവിധം എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റാറ്റസ് കാണുന്നത് ഈ പൂവാണ്. ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു ടെറസിന്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല.
കാരണം കേട്ടോ ഇത് ഇവിടെ മൊത്തം പൂക്കൾ കാരണം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഊട്ടി ഗാർഡനിലൊക്കെ പോയ ഒരു എഫക്റ്റാണ്. കണ്ടാ രാത്രി കാഴ്ച ഭയങ്കര രസമുണ്ട്. രാത്രി ഞങ്ങൾ ഇവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ലൈറ്റ് ഉണ്ട്, ഒരു LED ലൈറ്റ്. ആ ലൈറ്റിൽ ശരിക്കും ഈ പൂക്കൾ കാണുമ്പം നിലാവത്ത് കാണുന്ന ഒരു എഫക്റ്റാണ്. ശരിക്കും നിലാവിൽ കാണുന്ന പോലെ നമുക്ക് തോന്നും. ഈ കൂടാരത്തിൻ്റെ 2 ഭാഗവും നിറയെ പൂക്കളാണ്. കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അപ്പം എന്തായാലും വലിയൊരു ഭാഗ്യമാണ്. പല സ്ഥലങ്ങളിലും ഇത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും ഇത്ര വ്യാപകമായിട്ട് എവിടെയും ഉണ്ടായിട്ട് കണ്ടിട്ടില്ല. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ മുഴുവൻ ഈ പൂവിൻ്റെ ഭംഗി കാണാനും കുറച്ചു നേരം ഇതിൻ്റെ കൂടെ സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് പലരും ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇത് ശരിക്കും സിനിമാക്കാരുടെ ഇടയിൽ ഇത് ബൈഡാക്കിയത് നമ്മുടെ സുരഭി ലക്ഷ്മിയും നമ്മുടെ തെസ്നീഖാനും ചേർന്നാണ്. 2 പേരും ഇവിടെ വന്ന് ഒരു വ്ളോഗ് ചെയ്തു. അങ്ങനെയാണ് സിനിമാക്കാരുടെ. ഞാൻ സിനിമയുടെ ഒപ്പം അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ ചെന്നാൽ പല താരങ്ങളും ചോദിക്കും, വിനോദ വീട്ടിൽ മുല്ല പൂക്കാറായോ എന്ന് ചോദിക്കും. പിന്നെ ഈ മുല്ല കൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല കേട്ടോ. പലരും പറയും ഇത് ടെറസിന് മുകളിലായതുകൊണ്ട് ടെറസിന് മേലേക്ക് ഇതിൻ്റെ വേരിറങ്ങും, അങ്ങനെ ലീക്ക് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ വേരൊരിക്കലും ഇറങ്ങുന്നില്ല. കാരണം ഇത് വള്ളിയായിട്ട് കണ്ടോ ഇങ്ങനെ ഇരിക്കുക മാത്രമാണ്. ഇതിനുള്ളിലേക്കൊന്ന് വരും കണ്ടോ. ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന ഇതൊക്കെ ഇപ്പം ഈ അടുത്ത കാലത്ത് വന്ന ചെണ്ടികളാണ്. ഇതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ നല്ല മിനുസമായിട്ടിരിക്കും, നല്ല വൃത്തിയായിട്ടിരിക്കും, ഒരു വിഷമം ഉണ്ടാവില്ല. ഇതാണ് വള്ളിക്കുടിൽ ഞാൻ പറഞ്ഞത്. ഇവിടെ വന്നിരിക്കാനും ഇവിടെ വരുന്ന കഥ സ്വറ പറയാനൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഒരു വള്ളിക്കുടിലിനുള്ളിരിക്കുന്ന കാട്ടിലൊക്കെ പോയൊരു അനുഭൂതിയാണ്. അപ്പം ഞങ്ങളുടെ മണിമുല്ലയെ കാണാൻ ഞാൻ പറഞ്ഞില്ലേ, നാടിൻ്റെ നാനാഭാഗത്തുനിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇപ്പതാ നേരത്തെ കണ്ട ആളുകളല്ല, ഇപ്പോൾ ഒരു സിനിമയ്ക്കുള്ള ആളുണ്ട് കേട്ടോ അവിടെ. 12 വർഷത്തിലൊരിക്കൽ നീലക്കുറിഞ്ഞി പൂക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ മണിമുല്ല വർഷത്തിലൊരിക്കൽ പൂക്കുന്നത്. ഇനി അടുത്ത ഡിസംബറിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കോഴിക്കോട് നിന്നും ന്യൂസ് 8 വേണ്ടി വിനോദ് കോവൂർ. കോഴിക്കോട് മുക്കം മാമ്പറ്റയിൽ വെള്ളരി നാടകത്തിന് തുടക്കമായി. കീഴ്പറമ്പ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സാണ് വിത്തും കൈക്കോട്ടും എന്ന നാടകം അവതരിപ്പിക്കുന്നത്. ജില്ലയിൽ ആദ്യമായി എത്തുന്ന വെള്ളരി നാടകം കാണാൻ ഒരുപാട് പേരെത്തി. മാമ്പറ്റയിൽ 3 ദിവസങ്ങളിലായിരുന്നു നാടകം. കൃഷിയും ഉത്സവവും വെടിക്കെട്ടുമെല്ലാം പശ്ചാത്തലമാക്കിയാണ് വിത്തും കൈക്കോട്ടും നാടകം തുടങ്ങിയത്. കാഴ്ചക്കാരും അണിയറ പ്രവർത്തകർക്കൊപ്പം നാടകത്തിലെ കഥാപാത്രങ്ങളായത് വേറിട്ട അനുഭവമായി. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നാടകം ചർച്ച ചെയ്തത്. പഴയകാലത്തെ കൃഷിയിടങ്ങളെ ഓർമ്മിപ്പിക്കും വിധം നാട്ടുരാജാവ് അനുമതി നൽകിയതോടെയാണ് നാടകത്തിന് തുടക്കമായത്. രത്നവ്യാപാരിയുടെ വിലപിടിപ്പുള്ള രത്നമാല കുരങ്ങൻ മോഷ്ടിക്കുന്നതും കുരങ്ങനെ പിടിച്ചുകെട്ടി രാജാവിന്റെ മുന്നിൽ ഹാജരാക്കുന്നതുമെല്ലാം ഏറെ തന്മയത്വത്തോടെയാണ് അവതരിപ്പിച്ചത്. മുക്കാലിയിൽ കെട്ടി അടിക്കുന്നതും മണ്ണിൽ കുഴിച്ചുമൂടിയുള്ള ശിക്ഷയുമെല്ലാം പ്രകൃതിയോടും കാർഷിക വൃത്തിയോടും ചെയ്യുന്ന പാതകങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പാണെന്ന് നാടകം പറയുന്നു. ഒരു വിത്തെങ്കിലും വിതയ്ക്കണമെന്ന ചിന്ത ഓരോരുത്തരുടെയും മനസ്സിൽ ബാക്കിയാക്കിയാണ് നാടകം അവസാനിക്കുന്നത്. നാടകത്തിനെത്തുന്നവർക്ക് സംഘാടകർ പ്രത്യേകം തയ്യാറാക്കിയ ജൈവ കഞ്ഞിയും ജൈവ പച്ചക്കറി കൊണ്ടുള്ള പുഴുക്കും നൽകുന്നുണ്ട്. ജില്ലയിൽ ആദ്യമായി എത്തുന്ന വെള്ളരി നാടകം കാണാൻ നിരവധി പേരെത്തി. ന്യൂസ് 18 മുക്കം. കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് സെന്ററിന്റെ 40ാമത് സംസ്ഥാന സമ്മേളനം ശിക്ഷക് സദസ്സിൽ തുടങ്ങി. സമ്മേളനം രാഷ്ട്രീയ ജനതാദൾ ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഈ കമ്മിറ്റി ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗം വെച്ച് നടത്തണമെന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. നമ്മുടെ
കോഴിക്കോട് മുക്കം നഗരസഭ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 19, 20, 21 തീയതികളിലാണ് മേള. സിനിമാ രംഗത്ത് പുതിയ തലമുറയ്ക്ക് അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. കേരള ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ച് മലയാളം സിനിമകൾ, ലോക സിനിമകൾ, പ്രാദേശിക സിനിമ പ്രവർത്തകരുടെ ഷോർട്ട് ഫിലിമുകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവയും ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ചെയർമാനായും സ്ഥിരം സമിതി അധ്യക്ഷൻ E സത്യനാരായണൻ കൺവീനറായുമാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. ചൂളമടി ജീവിത താളമാക്കിയ ഒരു പ്രവാസി കലാകാരനെ പരിചയപ്പെടാം. തൃശൂർ തൊയക്കാവ് ചിത്ര കാർത്തികയിൽ ശശിധരനാണ് 68-ാം വയസ്സിലും ചൂളമടിച്ച് സദസ്സിനെ കയ്യിലെടുക്കുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിൽ പഴയതും പുതിയതുമായ ഗാനങ്ങൾ അനായാസം ചൂളമടിച്ച് പാടാൻ ശശിധരന് പ്രത്യേക കഴിവാണ്. പാട്ടുകളെല്ലാം സ്വസിദ്ധമായ രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. കൃത്യമായ ശ്വാസ നിയന്ത്രണത്തിലൂടെ ഗാനങ്ങളെല്ലാം ചൂളമടിപ്പാട്ടുകളായി അവതരിപ്പിക്കും. പന്ത്രണ്ടാം വയസ്സിലാണ് ശശിധരൻ ആദ്യമായി ചൂളമടിക്കാൻ തുടങ്ങുന്നത്. റേഡിയോയിലെ പാട്ടുകൾ കേട്ട് ചൂളമടി പരിശീലിച്ചു. 22-ാം വയസ്സിൽ അബുദാബിയിലെ ബ്രിട്ടീഷ് എംബസിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചു. 45 വർഷം എംബസിയിൽ ജോലി ചെയ്തു. തിരക്കൊഴിയുന്ന സമയങ്ങളിൽ ശശിധരൻ പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. കൗതുകത്തിനാരംഭിച്ച ചൂളമടി പിന്നീട് സ്റ്റേജ് പരിപാടിയായി വളർന്നു. ദുബായ്, ഷാർജ, അലൈൻ തുടങ്ങിയ ഗൾഫ് നാടുകളിലെ മലയാളി അസോസിയേഷനുകളിൽ സംഘടിപ്പിക്കുന്ന കൾച്ചറൽ പരിപാടികളിൽ ശശിധരന്റെ ചൂളമടിപ്പാട്ട് കയ്യടി നേടി. മലയാള സിനിമയിലെ നിരവധി പ്രമുഖരുടെ കൂടെ ചൂളമടി അവതരിപ്പിക്കാനും ശശിധരന് അവസരം ലഭിച്ചു. ശശിധരന്റെ ചൂളമടിപ്പാട്ടിന് എഴുത്തുകാരിയായ ഭാര്യ പത്മിനിയുടെയും 2 മക്കളുടെയും പൂർണ്ണ പിന്തുണയുണ്ട്. പ്രായാധിക്യത്തിലും ഈ കലാരൂപത്തെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുകയാണ് ഈ പ്രവാസി കലാകാരൻ. ന്യൂസ് 18 തൃശൂർ. തിരുവനന്തപുരം ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിലെ സമൂഹ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ 9:30 ക്ഷേത്ര മേൽശാന്തി വെഞ്ഞാറമൂട് പാലൂർ മഠം K. മാധവൻ പോറ്റി പണ്ടാരടുപ്പിൽ തീ പകരും. ആയിരക്കണക്കിന് ഭക്തർ ദേവിയുടെ മുന്നിൽ പൊങ്കാല അർപ്പിക്കാൻ എത്തും. ഉച്ചയ്ക്ക് 11:30 പൊങ്കാല നിവേദ്യം. പൊങ്കാലയുടെ ഭാഗമായി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രപ്പറമ്പിൽ അടുപ്പുകൾ കൂട്ടി. ഗുരുവായൂർ ഉത്സവത്തിന്റെ വിശദ വിവരങ്ങളടങ്ങിയ നോട്ടീസ് പുറത്തിറക്കി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നോട്ടീസിന്റെ പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രിയും ദേവസ്വം ഭരണസമിതി അംഗവുമായ ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് ആദ്യ നോട്ടീസ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C. മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, മനോജ് V. നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി കുരിശുപാറ കോട്ടപ്പാറ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാലയും ഈ മാസം 17, 18 തീയതികളിൽ നടക്കും. പ്രതിഷ്ഠാദിന മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക പൂജ ചടങ്ങുകളും നടക്കും. 18 രാവിലെ അഗ്നിസമർപ്പണവും വൈകിട്ട് താലപ്പൊലിയും നടക്കും. മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കോട്ടപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിനം ഫെബ്രുവരി 17, 18 തീയതികളിൽ ക്ഷേത്രം തന്ത്രി നരമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി വെണ്ണമന ഇല്ലത്ത് ബ്രഹ്മശ്രീ ഗിരീഷ് ഗോവിന്ദ പോറ്റിയുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയാണ്. 17-ാം തീയതി വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ശുദ്ധിക്രിയകളോടുകൂടി
പൂജകൾ ആരംഭിക്കുന്നതും 18-ാം തീയതി രാവിലെ 7 മണിക്ക് മഹാഗണപതി ഹോമം, തുടർന്ന് 10:30-ന് പൊങ്കാല അഗ്നിസമർപ്പണം. ചരിത്രപ്രധാനവും പുണ്യപുരാതനവുമായ ക്ഷേത്രവുമാണ് ഈ കോട്ടപ്പാറ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം. മഹാവിഷ്ണുവാണ് പൂർണ്ണരൂപത്തിലുള്ളത്. പിന്നെ വനദുർഗാദേവിയുമുണ്ട്. എല്ലാ ദിവസവും നിത്യപൂജയുണ്ട്. രാവിലെ ഗണപതി ഹോമവും മുടങ്ങാതെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. 18-ാം തീയതി പൊങ്കാല ദേവിക്ക് അർപ്പിക്കുന്നുണ്ട്. മറ്റുള്ള പൂജാതി കർമ്മങ്ങൾ, കലശവും മറ്റു പൂജാതി കർമ്മങ്ങളും ചടങ്ങുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും വളരെ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ വരിക, വന്ന് പൂജാതി കർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമായി തന്നെ കരുതുകയാണ്. ഇനി അറിയിപ്പുകൾ നോക്കാം. വയനാട് വാരാമ്പറ്റ കോടഞ്ചേരിയിൽ യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. സമ്മാനദാന ചടങ്ങ് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനായിദ് കൈപ്പാണി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മുക്കം മുസ്ലിം ഓർഫനേജ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇൻസ്പിറോ നൈറ്റ് ക്യാമ്പ് ആരംഭിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള വിജയോത്സവം പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രയാസമേറിയ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ ഉപയോഗിച്ചുള്ള തീവ്ര പരിശീലന പരിപാടിയാണ് ദശദിന രാത്രികാല ക്ലാസുകൾ. വനിതാ കമ്മീഷൻ ജില്ലാതല അദാലത്ത് ഫെബ്രുവരി 15 രാവിലെ 10 തിരുവല്ല YMCA ഹാളിൽ നടക്കും. കോഴിക്കോട് ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ വിവിധ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഒപ്റ്റോമെട്രിക് തസ്തികകളിലേക്ക് കരാർ ദിവസവേതനാടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യതയടക്കമുള്ള വിശദവിവരങ്ങൾക്ക് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ www.arogyakeeralam.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 19 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള റേഡിയോ തെറാപ്പി വിഭാഗത്തിൽ ക്യാൻസർ രജിസ്ട്രി സ്കീമിൽ സയന്റിസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 17 രാവിലെ 11 മണിക്ക് മെഡിക്കൽ കോളേജിൽ ഹാജരാകണം. ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ തൊഴിൽ പരിശീലനങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡാറ്റ എൻട്രി, ഡിപ്ലോമ ഇൻ ഫോറിൻ അക്കൌണ്ടിംഗ് എന്നിവയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. താൽപ്പര്യമുള്ളവർ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടാവുന്നതാണ്. നമസ്തേ പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റേജ്, സീവേജ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്കായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് 3 വയനാട് കൽപ്പറ്റ നഗരസഭാ ഓഫീസിലാണ് ക്യാമ്പ്. കോഴിക്കോട് ജില്ലയിലെ ഹോമിയോപ്പതി വകുപ്പിൽ നഴ്സിംഗ് തസ്തികയിലേക്ക് നിയമനം നടക്കുന്നു. അഭിമുഖത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 16 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മലപ്പുറം ജില്ലാ ഓഫീസിൽ നടക്കുമെന്ന് ജില്ലാ ഓഫീസർ അറിയിച്ചു. കോട്ടയം ദേവലോകം കാത്തലിക്കേറ്റ് അരമനയിൽ വലിയ നോമ്പിന്റെ പ്രാരംഭമായി ശുംഭകോനോ ശുശ്രൂഷ നടന്നു. ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. 75 വയസ്സ് പൂർത്തിയായ ബാവ തിരുമേനിക്ക് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അടങ്ങുന്നവർ ആശംസ അറിയിച്ചു. പീരുമേട് മാർ ബസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ 75 പുഷ്പങ്ങൾ ബാവ തിരുമേനിക്ക് സമ്മാനിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏർപ്പെടുത്തിയ ഗുരുരത്നം പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ആക്കുളം സെൻട്രൽ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ അച്യുത് ശങ്കർ S. നായർ, ഡോക്ടർ G. അമിത് കുമാർ എന്നിവർക്ക് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് പുരസ്കാരം സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലകവുമാണ് അവാർഡ്. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കാണ് ഗുരുരത്നം പുരസ്കാരം നൽകുന്നത്. വ്യത്യസ്തമായൊരു സമരം നടത്തിയിരിക്കുകയാണ് കൊല്ലം പുനലൂർ നിവാസികൾ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടൽ തുടർക്കഥയായപ്പോൾ പൊട്ടിയ പൈപ്പിൽ റീത്ത് വെച്ച് കിടക്ക വിരിച്ചായിരുന്നു സമരം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആഗ്രോ പൈനാപ്പിൾ ജംഗ്ഷന് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് ഒരാഴ്ചയായി. ഓരോ ദിവസവും ധാരാളം വെള്ളം പാഴാകുന്നു. വേനലായതോടെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്തുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തെ ആശ്രയിച്ച് കഴിയുന്നവരാണ് പുനലൂർ നഗരസഭയിലെ
പത്തേക്കർ വാർഡ് നിവാസികൾ. പൈപ്പ് പൊട്ടിയത് മൂലം പത്തേക്കർ വാർഡിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല. പൈപ്പ് പൊട്ടിയത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് കയറിയിറങ്ങി. നടപടിയുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് വ്യത്യസ്ത പ്രതിഷേധം. ഞങ്ങൾക്ക് കുടിക്കേണ്ട വെള്ളമാണ് ഈ ലക്ഷക്കണക്കിന് വെള്ളം, മറ്റുള്ളവർക്ക് കുടിക്കേണ്ട വെള്ളമാണ് ഇതിലേക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വാട്ടർ അതോറിറ്റി ഇതിന്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്ന് ഇത് റെഡിയാക്കുന്നത് വരെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കുത്തിയിരുന്ന് മരണം വരെ സമരം ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദേശീയപാതയിൽ വളവിലാണ് പൈപ്പ് പൊട്ടൽ. ഇവിടെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. പുനലൂരിൽ ചൂട് കൂടുന്നതനുസരിച്ച് കുടിവെള്ളക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കുന്നതുവരെ പത്തേക്കർ കൗൺസിലർ ഷൈൻ ബാബുവിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് 18 പുനലൂർ. ഇടുക്കി പൂപ്പാറയിലെ കയ്യേറ്റങ്ങൾ കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ അധികൃതർ ഒഴിപ്പിച്ചതോടെ ദുരിതത്തിലായ നിരവധി കുടുംബങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ഉള്ളതെല്ലാം വിറ്റ് 40 വർഷം മുൻപ് പൂപ്പാറയിലെ ചെറിയ കടമുറി വാങ്ങി അതിൽ താമസിച്ച് കച്ചവടം നടത്തി വന്നിരുന്ന ജാഫർ അലിയും രോഗിയായ ഭാര്യയും ഇന്ന് സങ്കടങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത്. കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. இதை விட்டு எங்களுக்கு காலி பண்ணி போறதுக்கு எங்களுக்கு இடம் இல்லை சாரே, இடம் இல்லை. இதை விட்டு போனாக்க எங்களுக்கு வழியே இல்லை. நாங்கள் சாகுறது வேற வழியே இல்லை. 3 பிள்ளைகளை வச்சுக்கிட்டு கொண்டுக்கிட்டு இங்கேதான் கஞ்சி குடிச்சுக்கிட்டு இருக்கிறோம், சாப்பிட்டுக்கிட்டு இருக்கோம். என் பிள்ளைங்க 3 இங்கேதான் படிக்குதுங்க. பிள்ளைய பீசி கட்ட கூட இப்போ காசு இல்லை. அந்த சாதனம் பூரா கேடா போயிருக்கு. சாதனம் பூரா என்ன கேடா போயிருக்கு. பூரா தக்காளி கத்திரிக்காய் இந்த காய்கறி பூரா வீணா போயிருக்கு. நேரம் ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയായതോടെ എങ്ങനെ ജീവിക്കണം എന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് പൂപ്പാറയിലെ കച്ചവടക്കാർ. കടകൾ പൂട്ടി സീൽ ചെയ്തതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഉള്ള കിടപ്പാടവും കൂടി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് പൂപ്പാറ നിവാസികൾ. 40 വർഷം മുമ്പ് തമിഴ്നാട് ഗൂഡല്ലൂരിൽ നിന്നും കുടുംബസ്വത്ത് വിറ്റുകിട്ടിയ പണം നൽകി പൂപ്പാറയിൽ ഒരു കൊച്ചു കടമുറി വാങ്ങി കുടിയേറിയതാണ് ജാഫർ അലിയും കുടുംബവും. കടയും വീടും എല്ലാം ഈ കൊച്ചുമുറിയാണ്. രോഗിയായ ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം വ്യാപാരത്തെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. റവന്യൂ വകുപ്പ് കടകൾ സീൽ ചെയ്തതോടെ ഇനി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിലാണ് ഇവർ. யாரும் எங்களுக்கு வழி சொல்றதுக்கு வேற யாரும் இல்லை சாரே. வேற இடம்லாம் இல்லை சாரே. இடம் இல்லை, வீடு இல்லை, எதுவும் இல்லை எங்களுக்கு. இதை விட்டா எங்களுக்கு வழியே இல்லை எங்களுக்கு. വീടും കടമുറിയും ഒന്നായതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്തില്ല. തത്കാലം താമസിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. മുന്നോട്ടുള്ള ജീവിതം ആശങ്കയുടെ നിഴലിലാണ്. കൊണ്ട് இப்போ 30 കൊല്ലം ഇവിടെ വന്ന് താമസിക്കുമ്പോൾ കടയും പിള്ളേർക്കും ജീവിതവും നടക്കുന്നുണ്ട്. ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ വഴി ഇല്ലാமல் വേറെ എங்கே പോകணும்னு எங்களுக்கு അറിയില്ല. വേറെ പൊളപ്പ് ഇത് തന്നെ, കട തന്നെ പൊളപ്പ്, വീട് താമസം ഇവിടെ തന്നെ താമസം. വേറെ എവിടെ പോകാനും സാധ്യമല്ല. എവിടെ പുറയിൽ വിട്ടാലും സാധനം റോഡിൽ കിടന്നാലും யாரும் അറിയത്തില്ല. പിള്ളേരെ വെച്ച് ഇത് എവിടെ പോകാനും അറിയത്തില്ല. മരുന്ന് കുടിക്കാനും സാധ്യതയുണ്ട്. ഇത് ചത്തുപോകാനോ വഴിയില്ലാതുകൊണ്ട് വേറെ വഴിയില്ല. ഇത് കനത്ത പ്രതിഷേധം മറികടന്ന് പന്നിയാർപ്പുഴയുടെ തീരത്തെ 46 കടമുറികളും 39 വീടുകളുമാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്. പൂട്ടിയ കടകൾക്ക് മുന്നിൽ സാധനങ്ങൾ നശിച്ചു പോകും മുമ്പ് വിറ്റു തീർക്കാനുള്ള ശ്രമത്തിലാണ് പലരും. ന്യൂസ് 18 ഇടുക്കി.